അപ്പോൾ എങ്ങനെ പോവല്ലേ? അപ്പം എന്നുള്ളത് കമ്പം തേനി റൂട്ടിലാണ്. ഇവിടെ ഒരുപാട് മുന്തിരി കൃഷിയുണ്ട്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല പലതരം കൃഷികളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക അതൊക്കെയാണ്. കാരണം ഇത് നമ്മളവിടെ അല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗത്തും, റോഡിൻ്റെ രണ്ട് ഭാഗത്തും പലതരം കൃഷികളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പുളി, വാളംപുളി ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടുകളിലൊക്കെ ചിലപ്പോൾ 1-2 മരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അത് 5 ഏക്കർ അല്ലെങ്കിൽ ഒരു 10 ഏക്കർ. അതുപോലെ തന്നെ വാഴക്കൃഷിയുണ്ട് ഏക്കർ കണക്കിന്. അതുപോലെ ഇപ്പോൾ ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ചക്കൊക്കെ ലോഡ് ചെയ്ത് പോരുന്നുണ്ട് വണ്ടിയിലൊക്കെ, തമിഴ്നാട്ടിൽ ചക്ക ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ചുരമൊക്കെ ഇറങ്ങി കമ്പം ആ ഒരു റൂട്ടിൽ ഞാൻ ഒരുപാട് ഫാം കണ്ടിട്ടുണ്ട്, ഈ പ്ലാവ് മാത്രമല്ല. അപ്പോൾ അതുമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചക്ക കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞാലേ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഈ ചക്ക കയറ്റുമതി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നിന്ന് പോകും. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ മുരിങ്ങക്കായ്, പലതരം കച്ചവടങ്ങളാണ്. കടലായിട്ടും പിന്നെ പൂക്കൾ, തെങ്ങ്, അതുപോലെ കേരവൃക്ഷമാണ് നമുക്ക് കേരളത്തിൽ അല്ലേ. പക്ഷേ ഇത്ര അടിപൊളിയായിട്ട് തെങ്ങ് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ്. പ്രത്യേകിച്ച് ഈ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? തെങ്ങ് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്? കാരണം അതിൻ്റെ ആ ഫിറ്റ്, അതായത് അതിന് നിൽക്കണ ആ ലുക്ക് വല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലുക്കാണ്. കണ്ടാൽ തന്നെ നമ്മൾ ഏത് നോക്കാത്തവനൊന്നും നോക്കി പോകും. അത്രയും സ്റ്റൈലായിട്ടാണ് അവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കമ്പം തേനി റൂട്ടിലാണ്. അപ്പോൾ മെയിനായിട്ട് തന്നെയാണ് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി വന്നതാണ്. ഒരു 2 വർഷം മുമ്പ് ഒന്ന് വന്നിട്ടുണ്ട്. എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നും. പിന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ റൂട്ട് നമ്മളെ നാട്ടിലത്തെ മാതിരിയുള്ളൊരു ഇതല്ല, കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ആ റൂട്ട് കാണാൻ. അവിടുത്തെ അവരെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു ഭൂപ്രകൃതിയൊക്കെ അങ്ങനെ സംഭവമാണ്. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കണില്ല. അപ്പോൾ വലിയ സ്പീഡിലൊന്നും പോകരുത്. നമ്മൾ എങ്ങോട്ടിലൊക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ചിലപ്പോൾ 80, 90, 100 സ്പീഡിലൊക്കെ വാഹനം ഓടിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വരുമ്പോൾ ഒരു 30, 40 സ്പീഡിൽ നമ്മൾ പോയാൽ മതി. അതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം മുന്തിരി ഇവിടെയൊക്കെ ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ. പല ഫാമിനും പല റേറ്റുകളാണ്. 40 കൊടുക്കുന്നുണ്ട് കിലോ, 50 കൊടുക്കുന്നുണ്ട്, 60 കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ട്, വൈനുണ്ട്. ഈ മുന്തിരി ഇതിലൊക്കെ തോട്ടത്തിലൊക്കെ അതിൻ്റെ ചെറിയ തൈകളും വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മാർക്കറ്റാണ്. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. സവാരി പഠിക്കണം, അതാ തോന്നുന്നു. ആവണുള്ളൂ. നല്ല ചൂടുമില്ല.
അങ്ങോട്ട് വരുമ്പോഴേ ഇനി ക്ലാസ് ആക്കാനില്ല ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രം യൂട്യൂബ് വന്ന ഇതൊന്നുമില്ല. ശർക്കര അളവറ്റിക്കരിക്കണ ശർക്കര അളവറ്റിക്കണം. പൊട്ടിച്ചാൽ പാടില്ല. മരുന്നാണ് ഈ മരുന്നാണ് ഭയങ്കര ഡേഞ്ചറാണ്. ഏതാണ് സ്ഥലം? പിടിച്ച് വളാക്കിയെടുക്കും. പ്ലാസ്റ്റിക് വേറെയും മറ്റേ വേറെയാക്കും പൊടി വേസ്റ്റ്.
തൊടൂര്